ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ന്യൂയോർക്ക് സിറ്റിയുടെ രാത്രി കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ബ്യൂട്ടിഫുള്ളാണ് ന്യൂയോർക്ക് സിറ്റിയുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ന്യൂയോർക്കിലെ സ്കൈ ലൈനിലേക്കാണ് പോകുന്നത്. സ്കൈ ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ടോപ്പ് ഓഫ് ദ റോക്കിൽ ഒരു ചെറിയ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റൂഫ് ടോപ്പിൽ പോകാൻ പറ്റും. റൂഫ് ടോപ്പിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂയോർക്ക് സിറ്റി കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ന്യൂയോർക്കിൻ്റെ ഒരു എൻറ്റയർ വ്യൂ, അതായത് നമുക്ക് ഡേ ടൈമിലും പോകാം, നൈറ്റ് ടൈമിലും പോകാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടൈമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ സിറ്റി കാണാനായിട്ട് അണിഞ്ഞൊരുങ്ങിയ ഒരു രാജകുമാരിയെ പോലെയാണ് ന്യൂയോർക്ക് സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു ഷാൻഡിലിയർ ഇതായി ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ അല്ലേ അത് കാണാനായിട്ട്. ഞാനങ്ങനെ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ഓഫ് ദ റോക്കിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകണം. ഈ ബിൽഡിങ്ങിലാണെങ്കിൽ ഒരുപാട് ഷോസൊക്കെ നടക്കുന്നൊരു ബിൽഡിങ്ങും കൂടിയാണ്. അപ്പം നമുക്ക് ഇനി ഉള്ളിലേക്ക് പോകാനുണ്ട്, അതായത് മുകളിലേക്ക് നമുക്ക് പോകണം. ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത്. അതായത് ന്യൂയോർക്കിൻ്റെ ഡേ ആൻഡ് നൈറ്റ് ഭംഗി ആസ്വദിക്കാൻ വരുന്നവരാണ് കൂടുതലും. അതുപോലെ തന്നെ വളരെ അറേഞ്ച്മെൻറ്റ്സിലാണ് ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഒരേ സമയം എല്ലാവരെയും കയറ്റി വിടുകയില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രമാണ് ഒരേ സമയം കയറ്റി വിടുന്നത്. അവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്കാരെ റൂഫ് ടോപ്പിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ അത്രമാത്രം ആൾക്കാരുടെ സേഫ്റ്റിയും മറ്റും നോക്കിയിട്ടാണ് ഈ റൂഫ് ടോപ്പിലേക്ക് നമ്മളെ വിടുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലോറിൽ നിന്നാലും ന്യൂയോർക്കിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇവിടുത്തെ വിൻഡോസിലൂടെ. പക്ഷെ നമുക്ക് റൂഫ് ടോപ്പിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ നമ്മൾ റൂഫ് ടോപ്പിലെത്തൂ. ഇവിടുത്തെ വിൻഡോസിലൂടെ നമുക്ക് ന്യൂയോർക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. റൂഫ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാം. ഈ എസ്കലേറ്ററിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി നമ്മൾ താഴത്തെ ഫ്ലോറിലെ വിൻഡോസിലൂടെ കണ്ടതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ന്യൂയോർക്കിൻ്റെ ഓപ്പൺ ടെറസിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. വാവ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്! അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു രാജകുമാരിയെ പോലെയാണ് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി. ഇത് ഓപ്പൺ ടെറസ് ആണെങ്കിലും ഗ്ലാസ് വിൻഡോസ് ഉണ്ട് ഇവിടെ. ഗ്ലാസ് വിൻഡോസിലൂടെയാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നത്. ഇതിലും കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് വിൻഡോസ് ഇല്ല. നമുക്ക് ഓപ്പണായിട്ട് തന്നെ എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഈ ഗ്ലാസ് വിൻഡോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വിസിറ്റേഴ്സിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമായോ ന്യൂയോർക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി ഡേ വ്യൂവിനേക്കാളും ബ്യൂട്ടിഫുൾ നൈറ്റ് വ്യൂ തന്നെയാണ്. ബിക്കോസ് ഈ ലൈറ്റ്സാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സ്, ഓരോ ബിൽഡിങ്സും എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഒന്നിനുള്ള ഡിസൈൻ മറ്റൊന്നിനില്ല. ഇതിനിടയ്ക്ക് നമുക്ക് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് നിൽക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ താഴത്തെ ഫ്ലോർസിൽ മാത്രമേ ഉള്ളൂ ലൈറ്റ്സ്, മുകളിലോട്ട് ലൈറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. അങ്ങനെ ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതായത് ന്യൂയോർക്കിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.